ജംബോ കമ്മിറ്റികളാണ്. വൈസ് പ്രസിഡന്റുമാരെ എടുത്താൽ എത്ര പേരാണ്, ജനറൽ സെക്രട്ടറിമാരെടുത്താൽ വലിയ ജംബോ കമ്മിറ്റികളാണ്. നോമിനേഷനുകളാണ് പലതും. എന്തുകൊണ്ട് CPM-നെ പോലെ അല്ലെങ്കിൽ BJP കുറെ സെമി കേഡറല്ല, സമ്പൂർണ്ണ കേഡറാണ് CPM CPI പോലെ. അതുപോലെ കോൺഗ്രസിന് എന്തുകൊണ്ട് മാറാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവർ എന്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? ബൂത്ത് അടിസ്ഥാനത്തിൽ അവരെ പാർട്ടിക്കകത്താണ് എന്തുകൊണ്ട് നടത്തില്ല? മണ്ഡലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? അതിനെ കഴിഞ്ഞ് ജില്ലാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കൃത്യം ഇടവേളകളിൽ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി അവർ എന്തുകൊണ്ട് പരിപാടി നടപ്പിലാക്കുന്നില്ല? അതിനുശേഷം എന്തുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല? എന്തുകൊണ്ട് നാഷണൽ ലെവലിൽ അവർ ഇങ്ങനെ ചിന്തിക്കുന്നില്ല? ഇപ്പോഴല്ലേ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരം? നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ഇപ്പം 3ാമത്തെ ടേമാണ് നരേന്ദ്രമോദി. 1ാമത്തെ ടേമിൽ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഈ പണി ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 10 വർഷം കയ്യിൽ കിട്ടുമായിരുന്നു. ഒരു വളരെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വളരെ സംഘടനാ ബലമുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാതെ, അത് സോണിയാഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കാതെ, അത് മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ട് ചെയ്യിക്കാതെ ഒരു ഓർബിറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഈ ഓർബിറ്റിൽ നിന്ന് പുറത്തു വരിക, രാഹുൽ ഗാന്ധി പുറത്തു വരണം. ഒരു വലിയ ഓർബിറ്റിനകത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നുകൊണ്ട് ഇന്ത്യ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമേ BJP കഴിഞ്ഞാലല്ല, BJPയോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അസേത് ഹിമാചലം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുവാനും അവരിൽ സംഘടനാശീലമുണ്ട്. എല്ലായിടത്തും സ്ലീപ്പർ ആയിട്ട് കോൺഗ്രസ്സുകാരുണ്ട്. അവരെ നിങ്ങൾ ഉണർത്തണ്ടേ? അവരെ നിങ്ങൾ സംഘടന ബിൽഡ് ചെയ്യണ്ടേ? അതിന് പകരം നിങ്ങൾ NSS ഇവിടെ കേരളത്തിലാണെങ്കിൽ ജാതി മത സംഘടനകളുടെ പുറകെ പോയും ലീഗ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് മുസ്ലിം പ്രകടനം, ക്രിസ്ത്യൻ പ്രകടനം ഇങ്ങനെ കൊണ്ടൊന്നും കോൺഗ്രസ് വളരില്ല. രാജ്യം ആ കാലം കഴിഞ്ഞു. ആ പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു. ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ കാലമെല്ലാം കഴിഞ്ഞു. വെൽഫെയർ പൊളിറ്റിക്സിന്റെ കാലം വന്നു. വെൽഫെയർ പൊളിറ്റിക്സ് ഇപ്പോൾ ഗിഫ്റ്റ് പൊളിറ്റിക്സിലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഇന്റർനാഷണൽ കോൺഗ്രസ് ഇതൊന്നും പഠിക്കുന്നില്ല.